ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നാളെ ഐഷുവിൻ്റെ വളകാപ്പാണ്. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ എല്ലാവരും തലേ ദിവസം ഒരു പ്രിപ്പറേഷൻ മോഡിൽ തന്നെയായിരുന്നു. കണ്ണൻ ചേട്ടൻ്റെ നൈബേഴ്സ് ആയിട്ടുള്ള സൗമ്യ ചേച്ചിയും ആൻലിയും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. തലേ ദിവസം കണ്ണനും ഐശ്വര്യക്കും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇത് കുറച്ചൊക്കെ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആൻഡ് വിശ്രമ സമയങ്ങൾ ആനന്ദമാക്കാൻ ഞാനിങ്ങനെ കണ്ണനെ തോട്ടിയിടുന്നത് ഒരു പ്രത്യേകതര വിനോദമാണ് എനിക്ക് ആക്ച്വലി. ആൻഡ് ഞാൻ കണ്ണനെ കണ്ണാന്ന് വിളിക്കും, കൺമോന്ന് വിളിക്കും, കണ്ണണ്ണാന്ന് വിളിക്കും, കൺമോൻ ചേട്ടന്ന് വിളിക്കും, കണ്ണൻ ചേട്ടന്ന് വിളിക്കും, അങ്ങനെ പലതും വിളിക്കും. തുടക്കത്തിൽ കണ്ണന് ഓലയോടുള്ള ഒരു താല്പര്യവും ഉത്സാഹമൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. അവസാനം നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല അല്ലേ? നടക്കും. വിശന്നിട്ടാവും ഞങ്ങൾക്ക് ഐഡിയ ഒന്നും വരാതെന്ന് കരുതിയിട്ടായിരിക്കാം സൗമ്യ ചേച്ചി കുറച്ച് കായ ചിപ്സും കൊണ്ടുവന്നായിരുന്നു. കണ്ണനാണെങ്കിൽ വിഷയത്തിൽ നിന്ന് തെല്ലൊന്ന് തെന്നി മാറാതെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ ഓലയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചൊക്കെയാണ്. അവസാനം ഞാനും ആലിയയും കൂടെ ഓല മാറ്റി വാഴ വെച്ചാലോ എന്ന് വരെ ചിന്തിച്ചു. വാഴല അയ്യോ, ഇത് തുമ്പ് വേണം, തുമ്പ് വേണം. കിട്ടിപ്പോയി. പക്ഷെ കണ്ണന് ഓല വിട്ടൊരു കളിയില്ലാന്ന് മനസ്സിലാക്കിയ ഞാൻ, എനിക്ക് തോന്നുന്നൊരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ കണ്ണന് ഐഷു പ്രഗ്നന്റ് ആയതിനേക്കാൾ സന്തോഷം തോന്നിയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു ഗൈസ്. അവസാന സ്റ്റേജിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന സൗമ്യ ചേച്ചി കളത്തിലിറങ്ങി തുടങ്ങിട്ടോ. അങ്ങനെ ഓലപ്പരിപാടി കഴിഞ്ഞു. ഇനി പൂ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ആലിയുടെ മുടി ഇങ്ങനെ ബാക്കിൽ നോക്കുന്നില്ലേ, ചില ടെലിഫിലിമിലൊക്കെ കമ്പി പിടിച്ച മൊത്തം കമ്പിയാണ്. അങ്ങനെ 10-10:30 തുടങ്ങിയ പരിപാടി അവസാനിച്ചപ്പോൾ ഏകദേശം 1 മണി 1:30 അടുപ്പിച്ചായിട്ടോ. അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി വളകാപ്പ് സ്റ്റേജ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരു സ്റ്റേജ് ആയിരുന്നില്ല. വാഴയിലൊക്കെ വെച്ചിട്ട് നോർമലി കാണുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, എന്നാൽ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേജ് പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ 4 പേരും. രാവിലെ എണീറ്റ് വന്ന് എനിക്ക് വളകാപ്പിനെ മോടി പിടിപ്പിക്കുന്ന കണ്ണനായിരുന്നു കേട്ടോ കണി. കണ്ണന്റെ വളയും കാപ്പും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞൊന്നും ആക്കി വിട്ടപ്പോൾ എനിക്കൊരു പ്രത്യേക മനസ്സുഖം തോന്നി. പിന്നെ ഈ അറേഞ്ച് ചെയ്ത് വെച്ചത് മൊത്തം ഐഷു ആണ് കേട്ടോ. പ്രഗ്നന്റ് ആയതിനു ശേഷം ഐഷുവിന് ഉറക്കമൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവള് നേരത്തെ എണീറ്റ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ. പല്ലൊക്കെ ഞാൻ ഓൾറെഡി തേച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണൻ ചേട്ടൻ്റെ അമ്മ. പുള്ളിക്കാരി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഐഷയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. 5 മിനിറ്റ് ഫുഡ് കഴിക്കട്ടെ. പഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല പുട്ട്. അങ്ങനെ പുട്ടും പഴമൊക്കെ തട്ടിവിട്ട് നേരെ കുളിക്കാൻ കയറി. അത് കഴിഞ്ഞിട്ട് വേണം ഐഷുവിനെ ഒരുക്കാനായിട്ട്. അപ്പോഴേക്കും സൗമ്യ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. സൗമ്യ ചേച്ചി ഞാനും കൂടെ ഐഷുവിൻ്റെ സാരിയൊക്കെ ഉടുപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവളെ മേക്കപ്പ് ചെയ്യുന്ന ടാസ്ക് ആയിരുന്നു. ഞാനങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കുറച്ച് മേക്കപ്പ് വീഡിയോസ് കണ്ടും സെൽഫ് ട്രൈ ഒക്കെ ചെയ്തു, നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാരണം കൊണ്ട്, റീൽസ് ഒക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അങ്ങനെ കുറച്ച് ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഒന്ന് ഐഷുവിനെ ഞാൻ മേക്കപ്പ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ടച്ചപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ലുക്ക്. ആൻഡ് ദിസ് ഹർ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ ഒരു കുട്ടി മേക്കപ്പിന് ഐഷുവിന് ഒത്തിരി കോംപ്ലിമെന്റ്സ് കിട്ടും.
ഫുഡ് അടിയിലേക്ക് കിടന്നു. സത്യം ആയതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കിട്ടിയപ്പോൾ വിഷമം അങ്ങ് മാറിയിട്ടോ. എടളിയാ അയ്യോ എനിക്ക് കുറച്ച് മതിട്ടോ, എനിക്ക് അത്ര മതി അതല്ല ഞാൻ ചോറധികം കഴിക്കില്ലേ ചേച്ചി. ഇതിപ്പോൾ വിളമ്പിയിട്ട് പോയത് നമ്മുടെ കണ്ണൻ ചേട്ടൻ്റെ സ്വന്തം ചേട്ടൻ. ഐഷു ഫുഡ് കഴിക്കാനിരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ സമയത്ത് അവൾ ആ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ബ്രൈഡൽ സെറ്റപ്പിൽ ഇരിക്കുന്ന ആ ഒരു അതേ ഫീൽ തന്നെയാണ് കേട്ടോ. എന്താ ഇരിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തല്ലുമായിരിക്കും. യെസ്, അത് അക്കുചേട്ടനാണ്. ഫുഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താണ്. പിന്നെ തൊട്ടപ്പുറത്തിട്ട് കളലക്ഷണമുള്ള ഒരാളെയും കൂടെ കണ്ടോ. ആ ഇരിക്കുന്നത് അർജുൻ ചേട്ടൻ്റെ സ്വന്തം അമ്മയാണ്. തൊട്ടപ്പുറത്ത് സ്വന്തം ഭാര്യയുണ്ട്. അടുത്തത് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നതും ഞാൻ തന്നെയേ. ദാ ആ ഇരിക്കുന്നത് ഐഷുവിൻ്റെ സ്വന്തം ബ്രദറും ഫ്രണ്ട്സുമാണ് കേട്ടോ. ഫുഡ് അടി കഴിഞ്ഞ് ഐഷു ഇറങ്ങാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിനിടയ്ക്ക് അവൾക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആളുകൾക്ക് ദക്ഷിണ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ദക്ഷിണ കൊടുക്കൽ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല. ഐഷു കുറച്ചൊന്ന് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഐശ്വര്യ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഐശ്വര്യ അവളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ വീടുമായിട്ട് വിട്ടു മാറുന്നതിൻ്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ വിചാരിച്ചതിനേക്കാളും പ്രോഗ്രാമൊക്കെ അടിപൊളിയായതിൻ്റെ ഒരു സന്തോഷം ഐഷുവിന് ഉണ്ടായിരുന്നു. ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളെ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നാക്കുന്നൊരു പരിപാടിയായിരുന്നു അവസാനം. അതൊക്കെ കഴിഞ്ഞ് ഐഷുവിന് ടാറ്റയൊക്കെ കൊടുത്ത് ഇവളിനി കുറച്ച് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. അതിനുശേഷം എല്ലാ കല്യാണ വീട്ടുകളിലും ഉണ്ടാകുന്നത് പോലെ പ്രത്യേക ഒരു ആചാരം ഉണ്ടല്ലോ, ഈ ഫുഡ് ബാക്കി വന്നത് പകർത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുക, ആ ഒരു സെറ്റപ്പ്. യെസ്, അപ്പോൾ അമ്മയും അമ്മയുടെ ചേച്ചിയും വരാത്ത കാരണം കൊണ്ട് കണ്ണൻ ചേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കറിയും ഫുഡൊക്കെ പകർത്തി തരായിരുന്നു. അക്കുശേട്ടന് വേണ്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മേനെയും പറ്റിയും എന്നെയും പറ്റി ചിന്തിച്ചപ്പോൾ കറി കൊണ്ടുപോകാൻ തന്നെ ഞാൻ തീരുമാനത്തിലെത്തുമായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലൊരു ഫംഗ്ഷനുള്ള കാരണമാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.